ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, ആതിനെയും സൺഡേ ആയിട്ട് ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലേ? എത്ര സമയം? 6 മണി ആയുള്ളൂ. രാവിലെ തന്നെ കുട്ടുപാട്ടും തുടങ്ങിയോ? അമ്മേ, അമ്മയ്ക്ക് മോനെ വേറെ പണിയൊന്നുമില്ല. ഇതൊക്കെ ഞാൻ ചായ തരാം. ഇവിടെ മറ്റുള്ളവർ കഷ്ടപ്പെട്ട് രാവിലെ എന്നിട്ട് ചായ ഉണ്ടാക്കിയെടുക്കും. അമ്മയും മോനെ കിടന്നത് കൊട്ടി പാടിക്കൊണ്ടിരിക്കും. ചായ വേണം. അമ്മ നോക്കി എന്ത് നാണക്കേട് പപ്പ കാണിച്ചു വെച്ചിരിക്കുന്ന ഫാമിലി ഗ്രൂപ്പില്. എന്തോ കാണിച്ചിരിക്കുന്നേ? എന്ത് നാണക്കേടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞത് ഈ മനുഷ്യരെ അവിടെ പോയൊന്നും ചെയ്യരുത്. എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന്. എന്റെ ദേശം ഇവിടൊക്കെ തന്നെയാ. നിങ്ങൾ എന്തോ ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കുന്നത്? ജീസസ് ഈസ് കമ്മിങ് സൂൺ, ജീസസ് ഈസ് കമ്മിങ് സൂൺ എന്ന് പറഞ്ഞിട്ട് ഇത്രയും നാളുകൾ ഇവിടെയാണ്, ഈ നാട്ടിലാണ് പാടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എന്റെ വീട്ടുകാരിലേക്ക് പാടാൻ തുടങ്ങി. ഇതൊന്നൊരു കഷ്ടമാണ്. മനുഷ്യൻ നാളെ കേട്ടിട്ട് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ജീസസ് ഈസ് കമ്മിങ് സൂൺ എന്തോ ഇത്? ജീസസ് വല്ലതും വരും അമ്മേ? എന്ത് ജീസസ് വരും? ഇത്ര നാളും ജീസസ് വരുന്നില്ലല്ലോ, ഇനി വരാനൊന്നും പോകുന്നില്ല. ഒരു വരുവാണെങ്കിൽ തന്നെ ഇവര് പോയെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാമെന്ന് സാറേ. എന്തോ അമ്മ, ഒരു ദിവസം പോലും അമ്മ ഞങ്ങളിവിടെ പ്രാർത്ഥിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്? എന്നും ഈ വീട്ടു ബഹളം, എന്നും ഞങ്ങളുടെ പ്രാർത്ഥന പാതി വഴി മുടങ്ങും അമ്മ കാരണം. സാർ, ഇനി അമ്മയുടെ കൂടെ കൂടാതെ ഇവിടെ വന്നിരിക്കുക, പ്രാർത്ഥിക്കടാ ദൈവത്തെ. ഇനി സാറേ കൂടെ അങ്ങോട്ട് പിടിച്ചിരുത്തുന്നില്ല. 2 സൽപുത്രികളെ പ്രാർത്ഥിച്ചത് കൊട്ടിയതൊക്കെ മതി. മോളെ, ഇതെന്താ ഈ പറയുന്നത്? കർത്താവ് വരാറായി. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും എല്ലാം കേൾക്കുന്നില്ലേ? പത്രവാർത്തകളിലെല്ലാം മോള് കേൾക്കുന്നില്ലേ? ഇതെല്ലാം നീ അല്ലേ ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളെ പിടിച്ചിരുത്തി ഇവിടെ പ്രാർത്ഥിക്കേണ്ടത്? നമ്മുടെ കർത്താവ് വരും. കർത്താവ് വരുമ്പോ പോയില്ലെങ്കിൽ ശരിയാവോ? ഇവിടുത്തെ കൊട്ടും പാട്ടൊക്കെ മതി. ഇനി ഇന്ന് ഞായറാഴ്ചയല്ലേ, പള്ളിയിൽ പോകാൻ നോക്ക്. പള്ളിയിൽ പോയി ബാക്കിയൊക്കെ ആരാധിച്ച നിങ്ങൾ എല്ലാവരും കൂടി. മറിയാമേ, അമ്മ പറഞ്ഞു കേട്ടില്ലേ? സമാധാനമായിട്ടിരിക്കെ. നമ്മള് മനസ്സിന്റെ ഒരുക്കവും ഹൃദയത്തിന്റെ ഒരുക്കവുമാണ് ദൈവം നോക്കുന്നത്. നമ്മൾ ഒരുങ്ങി പള്ളിയിൽ പോയിട്ട് കാര്യമില്ല. നമ്മൾ പോകേണ്ടത് ഹൃദയത്തോടെ ഒരുക്കത്തോടെ വേണം പോകാൻ. നിത്യത നഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യമാണ് നമുക്ക് സാധിക്കാനുള്ളത്? നിത്യതയല്ലേ നമുക്ക് ഏറ്റവും വലുത്. ഇനിയിപ്പോ പോട്ടെ, നമുക്ക് സമാധാനമായിട്ട് പള്ളിയിൽ പോവാം. വാ. സാറേ, പെട്ടെന്ന് വാ, കേറിക്കേ. സമയം ഒത്തിരിയായി. ആരാധന തുടങ്ങി കാണും ഇപ്പം. പപ്പയും മമ്മിയും എന്നെ അന്വേഷിച്ചായിരുന്നു കൂടി. ചേച്ചി ഇത് എവിടെയാ പോയിരുന്നേ? പപ്പയും മമ്മിയും പോയിട്ട് 1/2 മണിക്കൂറായി. ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തെന്ന് അറിയാവോ? ഞാൻ വണ്ടിയുടെ പെട്രോൾ അടിക്കാൻ പോരുന്ന അടി, അത് തീർന്നായിരുന്നു. എന്തായാലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് ഇച്ചിരി ലേറ്റ് ആയിട്ട് പോകുന്ന ഇഷ്ടം. നീയാള് കൊള്ളാലോടി. But only Jesus Christ is the true living God. And when He is the God manifested in the flesh. Yes. Each and every one of us until our Lord Jesus returns. And everyone says,
ആമേൻ ആമേൻ ആമേൻ. God bless you. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. Church. So since the source of all the evil in the world is sin, and the only way to get rid of the evil is through Jesus Christ. Jesus Christ is the only way, and He gave the gospel to us. The mission of the church is to take the gospel and give it back to the world. Yes? Even if I reform myself, will the present society change? And also our schools and present system encourages us to be joyful and also to explore our lives. So I don't understand how that is. Andy, what is this Great Commission? It's a good question, Santia. So the Great Commission is our responsibility that we make as a disciple of Jesus Christ. We make the nation understand the word of God, get baptized, get anointed with Holy Spirit, and follow Jesus Christ's words. Yes? And it is a great responsibility for you guys as well. And even being children, you shouldn't step back. You have to come forward and take up the burden of the word and go and spread the gospel. Yes? Time is near. He will come. And if you don't find yourself with him, it is very unfortunate. ചേച്ചി, ഞാൻ താനേന്റെ ഒപ്പം നിന്ന് പെട്ടെന്ന് വരുമോ? അവരെല്ലാരും ഷോപ്പിങ്ങിന് പോയേക്കുന്ന നിന്നെ എന്നെ ഏൽപ്പിച്ചിട്ടാ. വരുമ്പോ എനിക്ക് വഴക്ക് കിട്ടും. പെട്ടെന്ന് വരാൻ പറ്റുമോ നിനക്ക്? അതെ, പക്ഷെ ഞാൻ അവര് വരുമ്പോഴത്തേക്ക് വിളിക്കാം. അപ്പോഴത്തേക്ക് നീ ഓടി വരണം. ഓക്കെ? ആ ശരി. എന്നെ പപ്പയുടെ അമ്മയുടെ നീ വഴക്ക് കേൾപ്പിക്കല്ലേ? ഇല്ല. നിനക്ക് സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചു വല്ലതും മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. നിനക്കോ? എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നേ ഉള്ളൂ, പക്ഷെ പാർക്കിൽ പോകുന്ന കാര്യത്തിലായിരുന്നു. എന്നാ പിന്നെ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ ആൻറ്റി പഠിപ്പിച്ചത്. ഓ വേണ്ട, അത് ഭയങ്കര ബോറിങ്ങാ. നമുക്കിപ്പോൾ പാർക്കിൽ പോയാലോ? ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. നീ എന്തിനാ എപ്പോഴും നിന്റെ മമ്മീൻ്റെ പെർമിഷൻ ചോദിക്കുന്നത്? നമുക്ക് അവിടെ ചെന്നിട്ട് വിളിക്കാം. വേണ്ട വേണ്ട, എൻ്റെ അമ്മയുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. എന്നാൽ ഞാൻ വിളിക്കാം, നീ വിളിച്ചാൽ ശരിയാവൂല. കാണാനില്ല. നീ സമാധാനമായിട്ട് അവിടെ ഇരുന്ന് എന്നാ പറ്റിയേ? ടീനെ കാണാനില്ല. ടീനെ കാണാനില്ല? നിങ്ങൾ രണ്ടുപേരുടെ പാർക്കിൽ പോകുന്ന പറഞ്ഞല്ലോ. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ അവളെ കാണാനില്ല. വല്ല കിഡ്നാപ്പിംഗ് ആൾക്കാരെല്ലാം ആണോ? പെട്ടെന്ന് ഇപ്പൊ കിഡ്നാപ്പ് ചെയ്യാൻ പറ്റുമോ? നീ ഒരു കാര്യം, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ പപ്പ വിളിച്ചു. പപ്പ എടുക്കുന്നില്ല. മമ്മി വിളിച്ചു നോക്കാം. പപ്പയും മമ്മിയും കൂടെ ഷോപ്പിങ്ങിലാണ്. ആ മമ്മി, മമ്മി എവിടാ? പെട്ടെന്ന് പോ മമ്മി. സാറാ തന്റെ വീട്ടിൽ വന്നിട്ട് ടാനിയനെ കാണാനില്ലെന്നൊക്കെ ഒന്ന് പറയുന്നത്. എന്തോ ചേച്ചി എന്താ പറ്റിയേ? പറ, മമ്മി എന്താ പറഞ്ഞേ? എടീ എനിക്കാണെങ്കിൽ മമ്മി ഉണ്ടല്ലോ, ഞാൻ വിളിച്ചപ്പോ പറയൂ അവരെല്ലാവരും ഷോപ്പിങ്ങിനൊക്കെ ഇല്ലായിരുന്നോ? അമ്മച്ചി പപ്പയും ടീച്ചറൊക്കെ ആയിട്ട് അവരെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ കാണുന്നില്ല എന്നൊക്കെ പറയുന്നടി. അതുപോലെ തന്നെ നിപ്പിലേക്ക് ആൾക്കാർ കാണാതായെന്ന്, റോഡിലൊക്കെ എന്തൊക്കെയോ ആക്സിഡന്റ് ആണെന്നോ എന്തൊക്കെയോ പറയുന്നടി. മമ്മി ആകെ അവിടെ പേടിച്ചിരിക്കോ. നീ ആണെങ്കിൽ എന്തോ പോലെയൊക്കെ തോന്നടി. എന്തോ സംഭവിച്ച, എന്തോ കുഴപ്പമുണ്ടടി ഇവിടെ. നമുക്ക് ടി വി ഇട്ട് നോക്കിയാലോ? എന്തെങ്കിലും അവര് പറയുമായിരിക്കും. ശരിയാ, ഒരു വല്ല ലൈവ് ഇട്ട് നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമായിരിക്കും.
Have some groundbreaking news. We are now discovering the catastrophe of events that we are facing at the global platform, which now resembles the chronology of events mentioned in the Bible. Our reporters are now quoting a former story from the Bible where a person named Noah preaches for 120 years about an upcoming flood, and no man alive during that era pays attention to it. Similarly, since 2000 years, Bible scholars, evangelists, pastors, teachers have been talking about rapture. What is rapture? The Oxford Dictionary defines rapture as transport of a believer from earth to heaven at the second coming of Christ. We are yet investigating on the keywords. What is rapture? Who is a believer? What is being born again? However, we have piles of petitions from lakhs of people globally about man missing from flying planes, running vehicles, from workplaces and factories and fields. The prophecies from the Bible are to be yet investigated at this point. The UN, World Health Organization and scientists are yet postulating various hypotheses of the present incident. नमस्कार, शुभ प्रभात। आप देख रहे हैं आज का समाचार और आपके साथ मैं हूँ रोमा सागर। दिल्ली और आसपास के शहरों में, उत्तर भारत के अधिकांश हिस्सों में भूकंप के तेज झटके महसूस किए गए हैं। इसी के साथ दक्षिण भारत में भूकंप का अनुभव हुआ है। भूकंप का केंद्र नेपाल माना जा रहा है। रेक्टर स्केल पर उसकी तीव्रता 5.6 नापी गई है। ये पिछले 1 घंटे में लगभग 3 बार हो गया है। लोग घबराकर घरों दफ्तरों से पार्क की ओर नजर आते दिखाई दे रहे हैं। हमारे साथ अनमोल गजियाबाद से आपके साथ थोड़े ही देर में जुड़ेंगे। ആയിരക്കണക്കിന് ആളുകളെയാണ് ഇപ്പോൾ ലോകമെമ്പാടും കാണാതെയായിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവം. തങ്ങളുടെ പ്രിയപ്പെട്ടവരെ നഷ്ടമായവർ വീതികളിൽ അവരെ തെരഞ്ഞു നടക്കുന്ന ഹൃദയഭേദകമായ കാഴ്ചയാണ് എങ്ങും കാണുവാൻ കഴിയുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരും മറ്റും കാണാതായത് മൂലം വലിയ അപകടങ്ങളാണ് ലോകം മുഴുവനും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഭാസം എന്താണെന്ന് ഇതുവരെയും ആരും സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ അമേരിക്കൻ മന്ത്രാലയം ഉന്നയിക്കുന്നത് ഇത് ചില അന്യഗ്രഹ ജീവികളുടെ ഇടപെടലാണെന്നാണ്. ഇന്ത്യ ഇതിനെപ്പറ്റി മൗനം പാലിക്കുന്നത് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ്. എന്നാൽ ക്രൈസ്തവ പുരോഹിതന്മാർ അവകാശപ്പെടുന്നത് ഇത് ഉൽപ്രാവണം ആണെന്നാണ്. എന്തായാലും ഒന്ന് തീർച്ച, ലോകത്തിന് ഇനി നല്ലതൊന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ കിട്ടിയ വാർത്ത 2020 പാസ്റ്റർ ഡാൻ ഉൽപ്രാവണത്തെക്കുറിച്ച് നടത്തിയ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. നമുക്ക് പോകാം ദൃശ്യങ്ങളിലേക്ക്. തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നതായ നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിന്റെ മടങ്ങി വരവ് വ്യക്തമാണ് എന്നുള്ളത്. ആ മടങ്ങി വരവിനെ കുറിച്ച് കർത്താവ് തന്നെ ഈ 24-ാം അധ്യായത്തിൽ പല കാര്യങ്ങൾ വ്യക്തമായി പറയുന്നുണ്ട്. ഹല്ലേലൂയ. വയലിൽ ഹല്ലേലൂയ 2 പേർ ആയിരിക്കും. ഹല്ലേലൂയ. ഒരാളെ ഉൾക്കൊള്ളും, മറ്റേ ആളെ തിരസ്കരിക്കപ്പെടും. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ നോക്കണമേ, ഹല്ലേലൂയ ചിലർ അതിൽ നിന്ന് എടുക്കപ്പെടും. ഒരു പക്ഷേ ഡ്രൈവർ രക്ഷിക്കപ്പെട്ടതായ ഒരു വ്യക്തിയാണെങ്കിൽ സംഭവിക്കുവാൻ പോകുന്നതായ കാര്യങ്ങൾ ഹല്ലേലൂയ. ഡ്രൈവർ എടുക്കപ്പെട്ടു കഴിഞ്ഞാൽ എന്തുമാത്രം അപകടങ്ങളാണ് കടന്നു വരുവാൻ പോകുന്നത്. കാറിൽ ഒരു പക്ഷേ ഭാര്യയും ഭർത്താവും സഞ്ചരിക്കാതിരിക്കാം. പെട്ടെന്ന് ഭാര്യ എടുക്കപ്പെടും, ഭർത്താവ് തിരസ്കരിക്കപ്പെടും. അല്ലെങ്കിൽ ഭാര്യ തിരസ്കരിക്കപ്പെടും, ഭർത്താവ് എടുക്കപ്പെടും. ഫ്ലൈറ്റിൽ സഞ്ചരിക്കുന്നവർ, അത് ഓടിക്കുന്ന ആൾ ഒരു ദൈവത്തെ അറിഞ്ഞതായ ഒരു മനുഷ്യനാണ് എങ്കിൽ, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ഒരു വ്യക്തിയാണെങ്കിൽ, ഒന്ന് നോക്കിക്കേ, അന്ന് ലോകത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായ കാര്യങ്ങൾ. ഇവയെ കുറിച്ച് കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. ഞാൻ വരിക തന്നെ ചെയ്യും. കർത്താവ് വരിക തന്നെ ചെയ്യും. ചേച്ചി ഇതെന്താ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എടി, പപ്പയും അമ്മച്ചിയൊക്കെ പറയത്തില്ല റാപ്ചർന്ന്, അതാ സംഭവിച്ചേ. കർത്താവ് വന്നിട്ട് ദൈവമക്കളെയൊക്കെ കൊണ്ടുപോയടി.
പക്ഷെ ചേച്ചി എല്ലാ മീറ്റിങ്ങിനും ചർച്ചയിലൊക്കെ മുമ്പിൽ നിൽക്കുന്ന ആളല്ലേ, ദൈവം എന്താ ചേച്ചിനെ കൊണ്ടുപോണ്ടിരുന്നേ? എടി അത് ശരിക്കും ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ അഭിനയിക്കുമായിരുന്നു. അതാണെങ്കിൽ എന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാടി. ശരിക്കും പപ്പയും അമ്മച്ചയുടെ ഒക്കെ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയും പള്ളിയിലൊക്കെ മുമ്പിൽ പോയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരും എന്നെ സംശയിക്കത്തില്ല എന്നോർത്ത് ഞാൻ അത് ഉപയോഗിച്ചതാ. ശരിക്കും ഞാൻ ഓർത്ത് കർത്താവ് ഇപ്പോഴൊന്നും വരത്തില്ല, എനിക്ക് സമയം കിട്ടും, അപ്പം ഞാൻ ഏറ്റു പറഞ്ഞ് എല്ലാം പാപമൊക്കെ കർത്താവ് ക്ഷമിച്ചിട്ട് പിന്നെ വരും, കർത്താവ് വരുമ്പോ എനിക്ക് പോവാൻ പറ്റുമെന്ന്. പക്ഷെ കർത്താവ് ഇത്രയും പെട്ടെന്ന് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലാടി. ഇനി എന്താ നടക്കാൻ പോന്നെ? ഇനി ആന്റി ക്രൈസ്റ്റ് വരൂടി ഭൂമിയിൽ. അവൻ 7 വർഷം ഈ ഭൂമിയെ ഭരിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര കഷ്ടകാലമായിരിക്കും. പപ്പയും അമ്മച്ചി ഇപ്പൊ എവിടെയായിരിക്കും? പപ്പയും അമ്മച്ചി അവരിപ്പോ യേശുപ്പച്ചന്റെ അടുത്തായിരിക്കും. ഇവിടെ അവരെന്ത് സന്തോഷത്തിലായിരിക്കും എന്നറിയാവോ നിനക്ക്? ദൂതന്മാരും ഒക്കെ ആയിട്ട് അവർ ഈ ഭൂമിയിൽ ചെയ്തതിനെല്ലാം ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചവര് ഭയങ്കര സന്തോഷമായിരിക്കും ഇവിടെ. നമ്മളോ? ഇതിനെപ്പറ്റിയൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. എല്ലാം എഴുതിയിട്ടുണ്ട്, നീ തന്നെ വായിച്ചു നോക്കിക്കത്. യേശുപ്പച്ചാ